അങ്ങ് ഇന്ന് ഈ കേരള സർവകലാശാലയിലേക്കായാലും മറ്റു 4 സർവകലാശാലാ കേന്ദ്രങ്ങളിലേക്കായാലും SFI നടത്തിയ പ്രതിഷേധം കണ്ടല്ലോ. അതെന്ത് സന്ദേശം നൽകുന്നു എന്നാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? മറ്റന്നാൾ രാജ്ഭവൻ മാർച്ചാണ്, അത് DYFIയും ഏറ്റെടുക്കുകയാണ്. ഇന്നിപ്പോൾ CPM തന്നെ പറയുന്നു ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം പിന്തുണയുണ്ടാകുമെന്ന്. അങ്ങനെ വരുമ്പോൾ സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ എന്നത് പുറകിലേക്ക് പോവുകയാണ്. കാരണം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും പറഞ്ഞത് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ അതിന് കാരണമാകുന്ന പ്രവർത്തികൾ ചെയ്യാതെ പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സംയമനത്തിൻ്റെ ഭാഷ വരുന്നു. അതേസമയം പാർട്ടി ആയാലും യുവജന വിദ്യാർത്ഥി സംഘടനയായാലും ഒരു പോർമുഖം തുറക്കുന്നു, ഗവർണറെ വെല്ലുവിളിച്ചുകൊണ്ട്, ഗവർണർ വെച്ചിരിക്കുന്ന VC-മാരെ വെല്ലുവിളിച്ചുകൊണ്ട്. ഇത് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടന്നതിൻ്റെ അടുത്ത അധ്യായമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആരിഫിന് അതിൽ മുന്നേറാൻ കഴിഞ്ഞില്ല. നേർക്കുനേർ ഏറ്റുമുട്ടൽ കഴിഞ്ഞ് പിന്നെ ബീഹാറിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇദ്ദേഹം ബീഹാറിൽ നിന്നാണ് വന്നത്. ഈ അതേ അധ്യായത്തിന്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നുവെന്ന് നിങ്ങൾ കരുതുന്നോ? നോക്കൂ വേണു, നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വാക്യൂം ഉണ്ട്. അത് മറച്ചു വെക്കാൻ ഒരുപാട് ഇങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ടുവന്നവർ പക്ഷേ സാധിക്കും. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് SFI നേതൃത്വത്തിലുള്ള ഒരു കൃത്യമായ വാൻഡലിസമാണ്. അപ്പം അതുപോലും ഇവിടെ വന്നിട്ട് CPM-ന്റെ പ്രതിനിധി ന്യായീകരിക്കുകയാണ്. കാരണം അതിനെ അദ്ദേഹം താരതമ്യം ചെയ്യുന്നത് കോൺഗ്രസ് പ്രതികരിച്ചതുമായിട്ട്, കോൺഗ്രസിന്റെ യുവജന സംഘടന പ്രതികരിച്ചതുമായിട്ടാണ്. അപ്പം ഈ വാൻഡലിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട് CPM. അതിന് നമുക്ക് ഒരുപക്ഷെ എന്താ പറയുക, അധികം അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിയമസഭയിൽ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പണ്ട് ഫർണിച്ചർ അടിച്ചുടക്കുന്ന രംഗമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അവരുടെ സ്ഥിരം ഒരു നിലപാടാണ് ഈ പറഞ്ഞ പോലെ വാൻഡലിസം. അവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം എന്താണെന്ന് അറിയില്ല. ഇവിടെ എന്താ മോഹൻ കുന്നുമൽ എന്താ സംഘിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒരു നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം സംഘികളായി മാറുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് നടന്ന എന്താ ഏതെങ്കിലും എന്താ പറയുക സംഘപരിവാറിന്റെ ഭാഗമായിട്ടാണോ, ഏതെങ്കിലും സംഘപരിവാർ സംഘടനയുടെ ഭാഗമായിട്ടാണോ? അദ്ദേഹത്തിന്റെ എന്താ പറയുക യൂണിവേഴ്സിറ്റി ആക്ട് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം 1019 ഇൻവോക്ക് ചെയ്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനാണ് അപ്പോയിന്റ് ചെയ്തത്. ശരിയാണ്. കാരണം 3 വർഷമായിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു റെഗുലർ VC ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ റെഗുലർ VC ആയിരുന്ന ഇദ്ദേഹത്തെ ചാൻസലർ അപ്പോയിന്റ് ചെയ്യുകയാണ്. കാരണം അവിടെ 3 വർഷമായിട്ട് ആ ഒരു വേക്കൻസിയിൽ ആളില്ല. അപ്പം അതിന് കോടതിയുടെ ബാക്കിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പോയിന്റ് ആയ ഒരാളെ പെട്ടെന്ന് സംഖ്യയാക്കുന്ന ഒരു പ്രവണത, അത് ഇവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ അവിടെ എല്ലാവരും സംഖ്യയായി മാറുന്നു. ഇവിടെ രജിസ്ട്രാർ ചെയ്ത ഒരു ഇഷ്യൂ, അതായത് അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം ആ വെന്യൂ ക്യാൻസൽ ചെയ്യുമ്പം അവിടെ ഒരു നിയമലംഘനം നടന്നു എന്നതാണ് ഇവിടുത്തെ ബേസിക് ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഈ VC കണ്ടിട്ടുള്ള കാര്യം. അപ്പൊ അതിൽ എനിക്കൊരു പക്ഷേ എന്താ പറയുക, അതിന് കുറച്ചുകൂടെ നിയമത്തിന്റെ എന്താ പറയുക ഒരു കൺസൾട്ടേഷൻ അതിൽ ആവശ്യം ഉണ്ടാവുമായിരിക്കും. കേസുകളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ മേ ബി അതിൽ ക്ലാരിറ്റി കിട്ടും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാറ്റ്യൂട്ട് 17 സബ്സെക്ഷൻ 1 ക്ലോസ് 1 ഓഫ് യൂണിവേഴ്സിറ്റി ആക്ട്, അത് പ്രകാരം വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരവും നിയന്ത്രണത്തിന് വിധേയനുമായി പ്രവർത്തിക്കേണ്ട ആളാണ് ഈ പറഞ്ഞ രജിസ്ട്രാർ. അപ്പം അതിന് പുറമെ അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ വൈസ് ചാൻസലർ അവിടെ ആക്ട് ചെയ്തു. അപ്പം VC-ക്ക് അവിടെ ആക്ട് ചെയ്യാനുള്ള നിയമപരിധിയിൽ നിന്നുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ആക്ട് 1013 വെസ്റ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയുക സിൻഡിക്കേറ്റിലോ അക്കാഡമിക് കൗൺസിലിലോ വെസ്റ്റഡ് ആയിട്ടുള്ള VC-യുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ആക്ട് ചെയ്തത്. അപ്പം അദ്ദേഹം നിയമപരമായിട്ടൊരു ആക്ഷൻ എടുത്തതിനെ ഇത്രയും മോശമായ രീതിയിൽ പ്രതികരിക്കുന്നു, അതിനെതിരെ വലിയ രീതിയിലുള്ള ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു, അതിനെ മറ്റൊരു രീതിയിലേക്ക് വാൻഡലിസത്തിലേക്ക്. അല്ലല്ല, അങ്ങ് ഈ ക്ലോസുകൾ പറയുന്നതുകൊണ്ട് ചോദിക്കുകയാണ് മിഥുൻ. ഈ 10-13 ഇൻവോക്ക് ചെയ്തതെങ്കിൽ 10-14 പറയുന്നുണ്ട്. അതെന്താണ്? അത് ഈ പറയുന്ന വ്യവസ്ഥകളോടെ വേണം അത് ചെയ്യാനെന്നാണ്. അച്ചടക്ക നടപടി എന്ന് പറയുന്നത് അതിവേഗം എടുക്കേണ്ട ഒന്നല്ല എന്ന് മാത്രമല്ല, ഇത് സിൻഡിക്കേറ്റുമായി കൂടിയാലോചിച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ സിൻഡിക്കേറ്റിൽ അതിന് അംഗീകാരം കിട്ടില്ല. മിഥുൻ ഒറ്റ സെക്കൻഡ്. സിൻഡിക്കേറ്റിൽ അതിന് അംഗീകാരം കിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ അത് മറികടന്നുകൊണ്ട് നടപ്പാക്കുകയും വേണം, പ്രീതി സമ്പാദിക്കാൻ വേണ്ടി. അത് ചെയ്യുന്നു. ഇനി മാത്രമല്ല, ഒരു കാര്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പറയുന്ന ഡെപ്യൂട്ടി രജിസ്ട്രാറിന് താഴേക്കുള്ള ആളുകളെ മാത്രമേ ഈ പറയുന്ന അച്ചടക്ക നടപടി അടക്കമെടുക്കാൻ VC-ക്ക് അധികാരമുള്ളൂ. അതിന് മുകളിലേക്ക് പോകുമ്പോൾ സിൻഡിക്കേറ്റിനാണ് അതിന് അധികാരമെന്ന്. അതെ, അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, സിൻഡിക്കേറ്റ് സെഷനിൽ ഇല്ല എങ്കിൽ VC-ക്ക് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാം. ഒരു എമർജൻസി ഇൻവോക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ അതിൽ എന്ത് എമർജൻസിയാണ് മിഥുൻ? ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അച്ചടക്ക നടപടി എന്ന് പറയുന്നത്, ഒറ്റ സെക്കൻഡ് മിഥുൻ, ഒന്ന് അച്ചടക്ക നടപടി എന്ന് പറയുന്നത് അതിവേഗം എടുക്കേണ്ട അത്രയും കുഴപ്പിടിച്ചൊന്നാണ്. 2 ഒന്നാമതായി ഇതിൽ തുല്യ ഉത്തരവാദിത്തം VC-ക്കുമുണ്ട്. കാരണം VC-യും കൂടി അനുമതി കൊടുത്ത പരിപാടിയാണത്. അപ്പോൾ VC-യും യഥാർത്ഥത്തിൽ ഇതിനകത്ത് കക്ഷിയാണ്, രജിസ്ട്രാറെ പോലെ തന്നെ കക്ഷിയാണ്. എന്നിട്ടാണ് പെട്ടെന്ന് അദ്ദേഹം ഒരു വിധികർത്താവായി മാറുന്നത്.
അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്രൂവൽ കൊടുത്ത ആളോട് കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാണ് അപ്രൂവൽ റിജക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്രൂവൽ ക്യാൻസൽ ചെയ്യുന്നത്? രജിസ്ട്രാർ എന്തുകൊണ്ട് VC കൺസൾട്ട് ചെയ്തില്ല? കാരണം സ്റ്റാറ്റ്യൂട്ട് 17 സബ്സെക്ഷൻ 1 ക്ലോസ് 1 കൃത്യമായി അത് പറയുന്നുണ്ടല്ലോ. അപ്പം രജിസ്ട്രാറെ കൺസൾട്ട് ചെയ്യാതെ, വൈസ് ചാൻസലറെ കൺസൾട്ട് ചെയ്യാതെ രജിസ്ട്രാർ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ അതൊരു ബ്രീച്ച് ഓഫ് പോളിസിയാണ്, ബ്രീച്ച് ഓഫ് ലോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ VC ആക്ട് ചെയ്യാനുള്ള അധികാര പരിധികളുണ്ട്. അദ്ദേഹം എമർജൻസി പ്രൊവിഷൻ ഇൻവോക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം ആക്ട് ചെയ്തു, അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്. അപ്പൊ അതൊരു പക്ഷേ കോടതിയിലേക്ക് പോട്ടെ, ആ വിഷയം കോടതി ഡിസൈഡ് ചെയ്യട്ടെ എന്താണെന്നുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന കാര്യം എന്താണ്? ഈ പറഞ്ഞ പോലെ ഈ ഭാരതാംബ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. ഈ ഭാരതാംബ എന്ന് പറഞ്ഞത് എന്താണ്? എന്തോ റിലീജിയസ് സിമ്പിളാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണെങ്കിൽ പോലും ഇത് എന്താ പറയുക, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രജിസ്ട്രാർക്ക് അങ്ങനെ ആക്ഷൻ എടുക്കാനുള്ള ഒരു കാരണം അവിടെ ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഈ പറഞ്ഞ കാവിക്കൊടിയാണോ മതചിഹ്നം, ഈ പറഞ്ഞ ഭാരതാംബ എന്ന് പറഞ്ഞാണോ മതചിഹ്നം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻസും അവിടെ ഇദ്ദേഹത്തിന് പറയാനുള്ള സ്കോപ്പ് പോലും ഇല്ലാത്തൊരു കാര്യത്തെയാണ് ഈ പറഞ്ഞ രജിസ്ട്രാർ ക്യാൻസൽ ചെയ്യാൻ നോക്കിയത്. പിന്നെ ഇവിടെ എന്താ പറയുക, ഈ RSSന്റെ കാര്യമൊക്കെ പറഞ്ഞു. ജയ്ക്ക് ഇവിടെ RSSനെയൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട്. ഈ കോൺഗ്രസ് പ്രതിനിധി RSSനെ ലീഗുമായി താരതമ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയ്ക്ക് ഇവിടെ ഭയങ്കര എന്താ പറയുക, അദ്ദേഹത്തിന്റെ വിമർശനം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. RSS എന്ന് പറഞ്ഞ എതിർക്കപ്പെടേണ്ട ഒരു സംഘടനയാണോ? നമ്മുടെ പ്രധാനമന്ത്രി RSS അല്ലേ? ആഭ്യന്തരമന്ത്രി RSS അല്ലേ? നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പോലും RSSകാരല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള RSSകാർ ഭരിക്കുന്ന രാജ്യം, RSSകാർ കൃത്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു രാജ്യമാണ്. അപ്പം RSS മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഘടനയാണെന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഇവിടെ CPMന്റെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, പിണറായി വിജയൻ നമ്മുടെ മദനിയുമായിട്ട് സ്റ്റേജ് പങ്കിട്ടാൽ അത് വർഗീയമായിട്ടാണോ ഇദ്ദേഹം കാണുന്നത്, അതോ അതും ഈ പറഞ്ഞ പോലെ മതേതരമായിട്ടാണോ കാണുന്നത്? തീവ്രമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഏതൊരു സംഘടനയും എതിർക്കുമെന്ന് പറയുമ്പോൾ മദനിയുമായി പിണറായി വിജയൻ സ്റ്റേജ് പങ്കിടുന്നത് ഓക്കെയാണോ ഇദ്ദേഹത്തിന്? അപ്പം ഈ അനാവശ്യമായിട്ടുള്ള ചില തർക്കങ്ങളിലേക്ക് പോവുക, നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാതെ പോവുക, അതൊക്കെയാണ് ഇവിടുത്തെ റിയൽ ഇഷ്യൂസ്. ഒന്നാമത് 13 യൂണിവേഴ്സിറ്റിയിൽ 13 യൂണിവേഴ്സിറ്റി ഉള്ളതിൽ 12 യൂണിവേഴ്സിറ്റിയിൽ VC അപ്പോയിന്റ്മെന്റ് നടന്നിട്ടില്ല.